ഇപ്പോൾ അവസാനം ഇപ്പോഴും ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്. ഭൂരിപക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു. നമുക്കറിയാലോ ബുദ്ധനെങ്ങനെയാണ് ഈ പറയുന്ന പുതിയ സന്യാസിയായിട്ട് മാറിയത്. അദ്ദേഹത്തിന് ആ സന്യാസത്തിലൂടെ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞതുപോലെ നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി പറയില്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ട. എനിക്ക് എന്താ പാറയിൽ ഞാൻ തപസ്സിരുന്നപ്പോൾ, തപസ് എന്ന് പറയുമോ അല്ല പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൊടുക്കപ്പെട്ടതല്ല, ദൈവപരമായിട്ടുള്ള ഒരു സൃഷ്ടിയല്ല, ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞയാൾ ഞാൻ തന്നെ ദൈവമാണ് എന്നും 4-ാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് രാഷ്ട്രീയം ഇതുപോലെ ആധപ്പതിപ്പിച്ച, വർഗീയവൽക്കരിപ്പിക്കുക, പരിവൽക്കരിക്കുക എന്ന നിലപാട് സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.